തൃശൂർ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ കള്ളൻ കയറി ഫയലുകൾ വ്യാപകമായി പരിശോധിച്ചു. ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ലായെങ്കിലും 10 വർഷമായി LDF ഭരണസമിതി കൈകാര്യം ചെയ്ത ഫയലുകൾ നഷ്ടപ്പെട്ടതായി സംശയമുണ്ടായെന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ ഫയലുകൾ പരിശോധിച്ചു വരികയാണ് എന്നും കള്ളൻ കയറിയതിൽ ദുരൂഹതയുണ്ട് എന്നും കോൺഗ്രസ് ഭരണസമിതി ആരോപിച്ചു. ഷാബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. തൃശൂർ നഗരസഭയുടെ കൂർക്കഞ്ചേരി സോണൽ ഓഫീസിലേക്ക് രാവിലെ 6:30 എത്തിയ ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാർ കണ്ട കാഴ്ച ഇതാണ്. ഓഫീസിനകത്ത് ലാപ്ടോപ്പ് മുറ്റത്ത് കുറച്ചങ്ങോട്ട് മാറിക്കിടക്കുന്നു. പിന്നീട് സംശയം തോന്നി പരിശോധിച്ചപ്പോൾ പുറകിലെ വാതിൽ തുറന്നു കിടക്കുന്നു. പിന്നീട് അകത്ത് കയറി നോക്കിയപ്പോഴാണ് അകത്തുള്ള എല്ലാ ഓഫീസ് മുറികളുടെയും ലോക്കുകൾ പൂട്ടുകൾ പൊളിച്ച നിലയിലാണ്. പലതിൻ്റെയും വാതിലിലെ കുറ്റിയടക്കം ഇളക്കി മാറ്റിയിരിക്കുന്നു. പിന്നീട് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ഓഫീസിനകത്തെ എല്ലാ അലമാറകളും, അതായത് പല ഫയലുകളും സൂക്ഷിക്കുന്ന അലമാറകളടക്കം പൊളിച്ചു മാറ്റിയിരിക്കുന്നു. അതിനുള്ളിലുള്ള ഫയലുകളൊക്കെ വലിച്ചു വാരിയിട്ട നിലയിലാണ്. പിന്നീട് കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോഴാണ് ഓഫീസിൽ നിന്ന് പല ഫയലുകൾ കാണാതായിട്ടുണ്ടെന്നൊരു സംശയം ഇവിടെയുള്ള ഓഫീസ് ജീവനക്കാർക്കടക്കം വരുന്നത്, ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കൊക്കെ വരുന്നത്. പിന്നീട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ എത്തിക്കൊണ്ട് വലിയൊരു പരിശോധന നടത്തിയിരുന്നു. കാരണം നിരവധി ഫയലുകൾ കാണാതായിട്ടുണ്ട്. ആകെ പണമായി നഷ്ടപ്പെട്ടത് 2000 രൂപ മാത്രമാണ്. അതൊരു അലമാറയിൽ വെച്ചിരുന്ന പണം 2000 രൂപ മാത്രമാണ് വിലപിടിപ്പുള്ളതായി ഒരു നഷ്ടപ്പെട്ടതായി പറയുന്നത്. പക്ഷേ ഫയലുകൾ മുഴുവനായും വലിച്ചു വാരിയിട്ട അവസ്ഥയിലാണ്. അതായത് പല ഓഫീസ് മുറികൾ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും പൂട്ടുകൾ വേറെ വേറെ തന്നെ പൊളിച്ച് എല്ലാ മുറിക്കകത്തും കയറി പല അലമാറകളിൽ നിന്ന് എല്ലാ ഫയലുകളും വലിച്ച് പുറത്തേക്കിട്ട് അതൊക്കെ പരിശോധിച്ചു, അല്ലെങ്കിൽ അത് എടുത്തിട്ട് പോയോ എന്ന സംശയത്തിലാണ് നിലവിൽ ഇവിടെയുള്ള ജീവനക്കാരടക്കമുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഫയലുകളടക്കം വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഈ ഫയലുകൾ ഏതൊക്കെയുണ്ട് എന്ന തരത്തിലുള്ള കണക്കുകളടക്കമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മോഷണത്തിൽ ദുരൂഹത എന്ന് പറയുമ്പോൾ ഒരു മോഷ്ടാവ് സ്ഥാപനത്തിൽ കയറുമ്പോൾ പണമായിരിക്കും ലക്ഷ്യം. ഇവിടെ പണം സൂക്ഷിക്കുന്ന സ്ഥലമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മാത്രമല്ല ലാപ്ടോപ്പ് ഉൾപ്പെടെ കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഒന്നും തന്നെ പോയിട്ടില്ല. ലാപ്ടോപ്പൊക്കെ സ്ഥലം മാറ്റി അങ്ങനെ വലിച്ചു വാരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫയലുകൾ പരിശോധിച്ചിരിക്കുകയാണ്. മോഷ്ടാവ് രാത്രിയിൽ മോഷ്ടിക്കാൻ കയറിയിട്ട് പൊതുമരാമത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ടും റവന്യൂ വിഭാഗമായി ബന്ധപ്പെട്ടും ഹെൽത്ത് വിഭാഗമായി ബന്ധപ്പെട്ടും വ്യാപകമായി ഫയലുകൾ പരിശോധിച്ചിരിക്കുകയാണ്. പണമായിട്ട് 2000 രൂപ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. മറ്റ് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, സാമ്പത്തികം സൂക്ഷിക്കുന്ന സ്ഥലമല്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ 2000 രൂപയുടെ ചെറിയ ഒരു എമൗണ്ട് മാത്രം ഉണ്ടായിരുന്നത്. അത് 2000 രൂപ ഹെൽത്തിൽ നിന്ന് പോയതായി പറയപ്പെടുന്നുണ്ട്. ഒരു കള്ളൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നൊരു സംശയം തന്നെയാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ ഫയലുകൾ പരിശോധിക്കാൻ അല്ലെങ്കിൽ ഫയലുകളുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു നീക്കമാണ് ഈ മോഷണ ശ്രമത്തിനിടയിൽ നടന്നത് എന്ന് തന്നെയാണ് ഈ കോർപ്പറേഷൻ അധികൃതർ സംശയിക്കുന്നത്. അതിന്റെ ഭാഗമായി ഫയലുകളുടെ ഓഡിറ്റ് അടക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.